ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മളെ പാടത്ത് കെണിവല ഇടുക, അതിനോടൊപ്പം തന്നെ ചെക്കന്മാർ സ്റ്റിക്ക് അടിക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് അനിയന്മാർ സ്റ്റിക്ക് അടിക്കുന്നുണ്ട്, കാണുന്നുണ്ടോ? ഇവന്മാരെ കാണാമല്ലോ. അതവിടെ ഉണ്ട്, അവർ സ്റ്റിക്ക് അടിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ മീൻപിടുത്തത്തിൻ്റെ പരിപാടിയായിട്ട് ഞായറാഴ്ച ആയിട്ട് ഇറങ്ങിയുള്ളതാണ്. അപ്പോൾ എന്തോരം മീൻ കിട്ടുന്നതൊക്കെ നോക്കാം. എന്തായാലും കെണിവല ഇവിടെ ഇട്ട് വെച്ചിട്ട് നമ്മൾ ഈ തോട്ടിൽ കംപ്ലീറ്റ് നീളനാണ് ഇട്ട് വെച്ചിട്ട് ഒരു വൈകിട്ട് ഇപ്പോൾ കാലത്ത് ഒരു 10 മണിയായിട്ടുള്ളൂ. വൈകിട്ടൊരു 5 മണിക്കൊക്കെ എടുക്കുള്ളൂ. അത്രയും സമയം ഇട്ടൊക്കെയുള്ള പരിപാടിയാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിട്ട് അധികം മീൻ കിട്ടിയില്ലല്ലോ. അപ്പോൾ ഇപ്രാവശ്യം ഇന്നലെ നല്ല മഴ കാരണം പുറത്തിറങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്നലെ വല ഇട്ട് വെച്ചിട്ട് ഇന്ന് എടുക്കാമെന്നുള്ള പരിപാടിയായിരുന്നു. അത് നടന്നില്ല. അപ്പോൾ നേരെ നമുക്ക് വലടാ, ഈ കാണുന്ന ഭാഗത്താണ് വല ഇടുന്നത് കേട്ടോ. അപ്പോൾ വല ഇട്ടിട്ട് എന്തോരം മീൻ കിട്ടുന്നുണ്ടെന്ന് നോക്കാം. അതെ നിനക്ക് വന്നിട്ടേക്കണ്ട വരും. കുറച്ച് വല വിട്ടെ, കുറച്ചുകൂടെ അപ്പം അങ്ങോട്ട് സ്പേസ് കിട്ടും. സംഭവം എന്താ, നല്ല ഒഴുക്കുണ്ടല്ലേ? നല്ല ഒഴുക്കുള്ള കാരണേ മീൻ ഈ വല എങ്ങനെ നിൽക്കുന്നു അറിയില്ല കേട്ടോ. ഇപ്പോഴത്തെ വല താഴ്ന്നെടുക്കുന്ന പോലെ പല ഭാഗത്ത് കോണായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പൊന്ത് കെട്ടിയിട്ട് ഇട്ടേക്കാണ്. വല എവിടെയാണെന്ന് കാണുകയും ചെയ്യണ്ടേ, അതുകൊണ്ട് വല്ലാണ്ട് ഒഴുകിപ്പോയി. നല്ല ഒഴുക്കാണ്. ഇന്നലത്തെ മഴ നല്ല കാര്യമായിട്ടുണ്ട്. ഒന്നവിടെ സെറ്റാണ്. ഒരു പൊന്തവിടെ കാണാറ, ഒരു പൊന്തവിടെ സെറ്റാണ്. കട്ടി വെപ്പിച്ചോട്ടെ. അങ്ങനെ നമ്മൾ വല ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല മഴ പെയ്യുന്നുണ്ട്. മഴ കൊണ്ടിട്ടാണ് നിന്നിട്ടാണ് ഉള്ള പരിപാടി. വെള്ളത്തിൽ ഇറങ്ങിയിട്ടുള്ള പരിപാടിയാണ്. ഇത്ര വെള്ളത്തിൽ ഇറങ്ങിയിട്ടുള്ള പരിപാടിയായ കാരണം തന്നെ മീൻ കിട്ടിക്കഴിഞ്ഞാൽ പൊരിക്കാം. എന്തായാലും അടിപൊളിയായിട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ ഒഴുക്കുള്ള കാരണേ ഇതുണ്ട്, വല നിൽക്കുന്നില്ല, വല ടൈറ്റായി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് മീൻ കിട്ടുമെന്നൊരു സംശയമുണ്ട്. എന്തായാലും നമുക്ക് വൈകിട്ട് നോക്കാം.
അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് വൈകിട്ട് കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ വല ഇട്ടത് എടുക്കാൻ വേണ്ടി വന്നിരിക്കുക കേട്ടോ. വല ഇട്ടത് എടുക്കാൻ വന്നപ്പോൾ അതിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. വേറെ ഒന്നല്ല, ഞാനതിൻ്റെ ഇടയിലൊന്ന് വന്ന് നോക്കിയപ്പോൾ ആരോ സ്റ്റിക്ക് എറിഞ്ഞിട്ടാ തോന്നുന്നു. സ്റ്റിക്ക് എറിഞ്ഞിട്ട് കുടുങ്ങിയപ്പോൾ ഈ വലയുടെ മുകളിൽ കൂടെ സ്റ്റിക്ക് എറിഞ്ഞിട്ട് കുടുങ്ങിയപ്പോൾ അവർ വല വലിച്ച് മേക്കര കയറ്റിയിട്ടാ. അത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് വിഷമവും സങ്കടമൊക്കെ വന്നു. പക്ഷേ ഞാൻ ആ വല എടുത്തിട്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വലയിട്ട തോട്ടിലേക്ക് മാറ്റിയിട്ടു ഒറ്റയ്ക്ക് നിന്നിട്ട്, അതുകൊണ്ട് വീഡിയോ എടുത്തില്ല. അപ്പോൾ നമ്മളെ വല കിടക്കുന്നത് നമ്മളിട്ട സ്പോട്ടല്ല, ഞാൻ വേറെ സ്ഥലത്തേക്ക് മാറ്റിയിട്ടു. കാരണം വേറെ ഒന്നല്ല, നമുക്കൊന്നും കിട്ടാൻ ചാൻസ് ഇല്ലല്ലോ അവിടെ അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ വല ഇട്ടതൊന്ന് കാണാം. വല ഇട്ടത് കണ്ടിട്ട് അത് വല എടുക്കാൻ പോവുകയാണേ. ഞാൻ വല ഇവിടെ ഇടുന്നത് കാണിച്ചിട്ടില്ല. നമ്മൾ ആദ്യം വല ഇട്ടത് ആരോ വലിച്ച് കയറ്റി മേക്കരയ്ക്ക് വെച്ച കാരണമാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. അപ്പോൾ എന്തായാലും നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ടാ. ഞാൻ വന്നേക്കന്നെ മീൻ കിടന്ന് ഇളകുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കാം, എന്തോരം മീൻ കിട്ടിയെന്ന് നോക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ട അതേ സ്പോട്ടിലാണ് ഇപ്പോൾ വല ഇട്ടിരിക്കുന്നത്. അപ്പം വലയിൽ മീൻ കിടന്ന് ഇളകുന്നത്, ഈ പൊന്ത് കിടന്ന് ഇളകുന്നതായിട്ട് കണ്ടു. ഈ വല നന്നായി താഴ്ന്നു പോയതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ വല ജസ്റ്റ് ഇങ്ങനെ കൈകൊണ്ട് പിടിച്ച് പൊക്കി നോക്കുക കേട്ടോ, എന്ത് മീനാണ് കിട്ടിയിരിക്കുന്നത്. അല്ല, ഒരു മീൻ തെളിഞ്ഞ് വരുന്നത് ബ്രാലാണ് കിട്ടിയിട്ടുണ്ട്. ബ്രാല് കണ്ട, ബ്രാല് കിട്ടിയിട്ടുണ്ട്. ബ്രാല് ഇതിൽ കുടുങ്ങിയിട്ടുണ്ട്. ഒരെണ്ണം ഉള്ളോ തോന്നുന്നുണ്ട്. അപ്പോൾ ഒരു ബ്രാല് കാണുന്നുണ്ട്. പിന്നെ ഇനി എന്താ, വല എവിടെയെങ്കിലും കയറി പിടിച്ചിട്ടുണ്ടോ? ഒരു കരിപ്പിടി അല്ല അല്ലേ, വല പിരിഞ്ഞിട്ടുണ്ടോ? ഈ വല ഒന്ന് തന്നെ ഉള്ളൂ കേട്ടോ, വല പിരിഞ്ഞു. ഈ ബ്രാല് കുടുങ്ങിയപ്പോഴാണോ അതോ ഒഴുക്കിലാണോ എന്നറിയില്ല. ഇനി എന്താ, ഒരു കല്ലുത്തി ഉണ്ട്. ഒരു കല്ലുത്തി ഒരെണ്ണം കിടക്കുന്നുണ്ട്. അതിലെന്തോ ടെസ്റ്റ് സംഭവിച്ചിട്ടുണ്ട് വലയ്ക്ക്. എന്നാലും കുഴപ്പമില്ല, വല ആകെ പിരിഞ്ഞിട്ടുണ്ട്. പിരിയാൻ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ കുടുങ്ങിയാലാണോ അതോ ആരെങ്കിലും ഇതേപോലെ ഒന്ന് പൊക്കി നോക്കിയൊന്നും പറയാനും പറ്റില്ല കേട്ടോ. അപ്പോൾ എന്തോ സംഭവിക്കുന്നുണ്ട്. മൊത്തത്തിൽ 2 മീൻ നമുക്ക് കിട്ടിയത്. വലിയ മീൻ തന്നെ കേട്ടോ, വലിയ മീനാണ് കിട്ടിയുള്ളത്. നമുക്ക് ചെറിയ കണ്ണിയല്ല കേട്ടത്, വലിയ കണ്ണിയായ കാരണം തന്നെ ഒന്നും പറയാനും പറ്റില്ല. കാരണം ചെറിയ മീനാണ് ഇപ്പോൾ കൂടുതലും. അപ്പോൾ നമുക്കിത് കൊണ്ടുപോയി എടുക്കാം, വീട്ടിൽ പോയിട്ട് എടുക്കാം. ബ്രാല് നമ്മൾ ചെന്നേക്കന്നെ ഇവിടുന്ന് പോയേക്കന്നെ കുടുങ്ങിയിട്ട് സംശയമുണ്ട്. ബ്രാല് ചത്തുകണ്. ബ്രാല് ചത്തുണ്ട്, കല്ലുത്തി ജീവനോടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് വീട്ടിൽ പോയിട്ട് അയച്ചെടുത്ത് ഇന്നത്തെ കാര്യം കുശാലാക്കാം. അപ്പോൾ നമുക്ക് കിട്ടിയ മീൻ എന്തായാലും കുറച്ചുള്ളെങ്കിലും കൂടിയിട്ട് അത് പൊരിച്ചെടുക്കാനുള്ള പരിപാടിയാണ്. എപ്പോഴും പൊരിക്കാന്ന് മാത്രം പറച്ചിലുള്ളൂ. ഇപ്പോൾ പൊരിച്ചെടുക്കുകയാണ്. ചൂട് കൂടിയ അങ്ങനെ അപ്പോൾ നമുക്ക് ഇത്രയും മീനാണ് കിട്ടിയത്. ഇനി വറുത്തെടുത്ത് വയറ്റിലാക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര വരെ. അപ്പോൾ എല്ലാവർക്കും ബൈ.